നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. CPIയുടെ ഇരട്ടത്താപ്പ് നയം ഹിന്ദുക്കൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങളെ തൊട്ടാൽ CPIക്ക് നോവും. അതൊരു പരമമായ യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു. ഇനിയെങ്കിലും ഹിന്ദുക്കൾ എല്ലാം ഈ കൂടികുത്തിയ പാർട്ടിയുടെയും തലപ്പത്തിരിക്കുന്നവരുടെയും ഇരട്ടത്താപ്പ് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് കാര്യം പോകുമെന്ന് ഉറപ്പ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇവർ തന്നെ. അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോൾ മുസ്ലിം മത വിശ്വാസികൾ ഉണ്ടാക്കാത്ത പ്രശ്നവും കുരുപൊട്ടലും CPIക്കായിരുന്നു. ഏത് വഴിയിലൂടെ മതവും രാഷ്ട്രീയവും പറഞ്ഞ് വോട്ട് വാങ്ങാം എന്നാലോചിച്ച് നടക്കുന്ന ഇങ്ങനെ കുറച്ച് ടീം. ഏതായാലും നല്ല രീതിയിൽ വോട്ട് കിട്ടി ജയിക്കില്ല എന്നറിയാം. അപ്പോ ഇതുപോലെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എല്ലാവരെയും ഒരുപോലെ കാണുന്നവരായിരുന്നു ഇവരെങ്കിൽ എന്തുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഇവർ വാ തുറന്നില്ല? ഈ ബിനോയ് വിശ്വം അന്ന് എവിടെയായിരുന്നു? കേന്ദ്രത്തിലിരുന്നു കൊണ്ട് BJP വോട്ടുകൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലിരുന്നു കൊണ്ട് ഇടതുപക്ഷവും അത് തന്നെയല്ലേ ചെയ്യുന്നത്? അയോധ്യയിൽ BJP പ്രതിഷ്ഠിച്ചത് രാഷ്ട്രീയ രാമനെയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ AIYF സംഘടിപ്പിച്ച ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് വൈറ്റിലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. വാൽമീകി രാമനെ പാടെ വിസ്മരിച്ച BJP ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ രാമനെ മുൻനിർത്തി വോട്ട് പിടിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. പിതാവിന് വേണ്ടി അധികാരം വലിച്ചെറിഞ്ഞ് വനവാസത്തിന് പോയ രാമനെയാണ് ഹിന്ദു സമൂഹം ആദരിക്കുന്നത്. വാൽമീകി കാണിച്ചു തന്ന ആ രാമൻ പക്ഷെ ഇന്ന് എവിടെയാണ്? BJP മുന്നിൽ നിർത്തുന്നത് യഥാർത്ഥ രാമനെയല്ല, രൗദ്രഭാവമുള്ള രാമനെയാണ്. മതത്തെ മുൻനിർത്തിയുള്ള ചൂഷണ രാഷ്ട്രീയത്തിനാണ് BJP മുൻതൂക്കം നൽകുന്നത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം ഇന്നും പലതും ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഗാന്ധിജിയെ വധിച്ച അതേ വെടിയുണ്ട ഇന്നും അതേ തീവ്രതയോടെ സമൂഹത്തെ ലക്ഷ്യമാക്കി വരുന്നുമുണ്ട്. അതിനെതിരെ ജാഗ്രത ആവശ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്ന ഭയത്തിന്റെ പുറത്താണ് BJP നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ചാടിച്ചത്. നിതീഷ് കുമാർമാർ ചാടിയാലും മുന്നണിക്ക് കോട്ടം തട്ടില്ലെന്നും പ്രതിപക്ഷ മഹാസഖ്യത്തെ ഇടതുപക്ഷ പാർട്ടികൾ നയിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയിലെ തീർത്ഥാടകരുടെ കയ്യിൽ നിന്നും അമിത ചാർജ് വാങ്ങി അവരെ പിഴിഞ്ഞപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടകരിൽ നിന്ന് ന്യായമായ ഒരു തുക വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ആ വർദ്ധിപ്പിച്ച നിരക്കുകൾ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കയറ് പൊട്ടിക്കുകയാണ് CPI. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഭരിക്കുന്ന പാർട്ടി കൊടും വിഷവും വർഗീയതയുമാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ തലയിൽ കളിമണ്ണ് കേറാത്ത പക്ഷം വരെയും നട്ടലിന് പകരം വാഴപ്പിണ്ടി ആവാത്തത് വരെയും മനുഷ്യരെയും മതം പരത്തി കലാപമുണ്ടാക്കി വോട്ട് വാങ്ങുന്നവരെയും തിരിച്ചറിയുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട.